ഒരു സംസ്ഥാനത്തിന്റെ ഭൂപടം മാറ്റി വരയ്ക്കാൻ അത്ര എളുപ്പമാണോ? വെറും ഒരു അതിർത്തി രേഖ മാറ്റിയാൽ തീരുന്നതാണോ ഈ ജില്ലാ വിഭജനം? കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം ജീവിക്കുന്നത് 45 ലക്ഷത്തിലധികം മനുഷ്യരാണ്. അതെ, ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാട്ടിലും ഒക്കെ വെറും 10-12 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി ജനങ്ങൾ ഒരൊറ്റ ജില്ലയിൽ കഴിയുന്നു. നമ്മൾ സംസാരിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ചാണ്. ജനസംഖ്യ ഇത്രയേറെ കൂടിയതുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഇവിടെ ശക്തമാണ്. 14 ജില്ലകളുള്ള കേരളത്തിൽ 15ാമതൊരു ജില്ല കൂടി വന്നാൽ എന്താണ് കുഴപ്പം? കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ടൊക്കെ തോന്നുന്ന ചോദ്യം. പക്ഷേ ഈ ലളിതമായ ചോദ്യത്തിന് പിന്നിൽ കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്ത, നിങ്ങളെ ഞെട്ടിക്കുന്ന ചില കൺകെട്ട് വിദ്യകളും കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയിലോ നിയമപുസ്തകങ്ങളിലോ ഒരു ജില്ല രൂപീകരിക്കുന്നതിന് എന്തെങ്കിലും കൃത്യമായ മാനദണ്ഡം എഴുതി വച്ചിട്ടുണ്ടോ? ഒരു പുതിയ ജില്ല ജനിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഖജനാവിന് എത്ര കോടിയുടെ കടബാധ്യതയാണ് വരുന്നത്? വിഭജനം വികസനത്തിന് കാരണമാകുമോ? അതോ വെറും രാഷ്ട്രീയ നാടകമാണോ? ഇതുവരെ ആരും പറയാത്ത ചില ഞെട്ടിക്കുന്ന ഭരണഘടനാപരമായ സത്യങ്ങളും സാമ്പത്തിക ശാസ്ത്രവും കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ തുറന്നു കാട്ടുകയാണ്. നമുക്ക് ആദ്യം തന്നെ നിയമത്തിന്റെ വഴിയിലൂടെ പോകാം. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത ജനസംഖ്യയോ വിസ്തീർണമോ ഉണ്ടായാൽ പുതിയ ജില്ല രൂപീകരിക്കാമെന്നാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലോ മറ്റ് പ്രധാനപ്പെട്ട നിയമങ്ങളിലോ ജില്ല എന്നാൽ എന്തായിരിക്കണമെന്ന് ഒരിടത്തും കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും വിഭജിക്കുന്നത് കൃത്യമായ നിയമങ്ങളുടെയും പോപ്പുലേഷൻ റേഷ്യോയുടെയും അടിസ്ഥാനത്തിലാണ്. അതിനെയാണ് നമ്മൾ ഡിലിമിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ജില്ല രൂപീകരണത്തിന് അങ്ങനെയൊരു ഡിലിമിറ്റേഷൻ നിയമമില്ല. ജില്ലകൾ ഉണ്ടാക്കുന്നത് കേവലം ഭരണ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനമാണ്. ഇനി ജനസംഖ്യയാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തിന്റെ ആകെ ജനസംഖ്യയേക്കാൾ 10 മടങ്ങ് ജനങ്ങളുള്ള ഒറ്റപ്പെട്ട ജില്ലകൾ ഇന്ത്യയിലുണ്ട്. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ താനെ ജില്ല 2014 താനെ ജില്ല വിഭജിച്ചതാണെങ്കിൽ പോലും ഇന്നും അവിടുത്തെ ജനസംഖ്യ 1 കോടിക്ക് മുകളിലാണ്. ബംഗളൂരു അർബൻ ജില്ലയിലെ ജനസംഖ്യ 1 കോടിക്ക് മുകളിലാണ്. അവിടുത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ മലപ്പുറത്തെ 45 ലക്ഷം എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ സാധാരണമായിട്ടുള്ളൊരു ജനസംഖ്യ മാത്രമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, കേവലം ജനസംഖ്യ മാത്രം നോക്കി ഒരു ജില്ലയെ മുറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കൂ എന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരാം. ഒരു പുതിയ ജില്ല പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കുന്നത് നാളെ മുതൽ അവിടെ വികസനത്തിൻ്റെ പുതിയ വെളിച്ചം വരുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഒരു ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ ഒരു വര വരയ്ക്കുന്നത് പോലെയല്ല. പുതിയൊരു ജില്ല വരുമ്പോൾ സർക്കാരിൻ്റെ ഏതാണ്ട് 47 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പുതിയ ജില്ലാ ഓഫീസുകൾ നിർമ്മിക്കേണ്ടി വരും. പുതിയൊരു ജില്ലാ കളക്ടറും ഓഫീസും, ജില്ലാ പോലീസ് മേധാവി, പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഇതൊന്നും കൂടാതെ 100 കണക്കിന് പുതിയ തസ്തികകൾ, ഇതെല്ലാം സൃഷ്ടിക്കപ്പെടണം. ഇവർക്കെല്ലാം ഇരിക്കാൻ വമ്പൻ മിനി സിവിൽ സ്റ്റേഷനുകളും ക്വാർട്ടേഴ്സുകളും ഔദ്യോഗിക വാഹനങ്ങളും എല്ലാം ഒരുക്കണം. നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു പുതിയ ജില്ല പൂർണ്ണ സജ്ജമാക്കാൻ സംസ്ഥാന ഖജനാവിന് ഏതാണ്ട് 1500 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയാകും വരുന്നത്. ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളത്തിന് ഈ ഭീമമായ ചിലവ് താങ്ങാൻ സാധിക്കുമോ? ഈ തുക സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നാണ് ഈടാക്കുന്നത്. അതായത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം. ഈ 1500 കോടി രൂപ കൊണ്ട് മലപ്പുറത്തോ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ എത്രയോ വലിയ ആശുപത്രികളും റോഡുകളും സ്കൂളുകളും നിർമ്മിക്കാം. വയനാട് ജില്ല അറിയാമല്ലോ, ഒരു മെഡിക്കൽ കോളേജ് പോലും സ്വന്തമായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്കും ഈ ഉദ്യോഗസ്ഥർക്കും ഇരിക്കാൻ പാകത്തിന് പുതിയ കസേരകൾ ഉണ്ടാക്കുന്നത് എന്ത് വികസനമാണ് കൊണ്ടുവരിക? വിഭജനത്തെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദമാണ് ദൂരം. ജില്ലാ ആസ്ഥാനത്തേക്ക് ജനങ്ങൾക്ക് എത്താനുള്ള ദൂരം കൂടുതൽ. മലപ്പുറത്തിന്റെ കിഴക്കൻ മേഖലകളായ നിലമ്പൂർ, പോത്തുകല്ല് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറം സിറ്റിയിലേക്ക് വരാൻ 60 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൂരമാണ് മാനദണ്ഡമെങ്കിൽ കേരളത്തിൽ വിഭജിക്കേണ്ടി വരുന്നത് മലപ്പുറം ജില്ല മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശമായ അമ്പൂരിൽ നിന്നും സിറ്റിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ? അതുപോലെ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ ആര്യങ്കാവിൽ നിന്ന് കൊല്ലം നഗരത്തിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നറിയോ? പത്തനംതിട്ടയിലെ ഗവിയിൽ നിന്നും മെയിൻ ഓഫീസുകളിലേക്ക് എത്താൻ എത്ര മണിക്കൂർ യാത്ര ചെയ്യണമെന്നറിയോ? പാലക്കാട് അട്ടപ്പാടി ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുന്നതാണെങ്കിലും എത്രയോ ദൂരമുണ്ട്. വയനാട് ജില്ലയിൽ വെറും 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. നാളെ വയനാട്ടുകാർ കൽപ്പറ്റയും മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ഒക്കെ വെവ്വേറെ ജില്ലകളാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ സാധിക്കുമോ?
അതുകൊണ്ട് തന്നെ ദൂരം എന്നത് കേവലം വൈകാരികമായിട്ടുള്ളൊരു വാദം മാത്രമാണ്. അതിന് പിന്നിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ചിലത് പഠിക്കാം. കേരളത്തിൽ ഒടുവിലായി രൂപീകരിക്കപ്പെട്ട ജില്ലകളാണ് പത്തനംതിട്ടയും കാസർഗോഡും. 1982 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പത്തനംതിട്ടയിലെ ജില്ലാ ആസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നും കോടതി സംവിധാനങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങോ ഇല്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട. അവിടുത്തെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ അവസ്ഥ പോലും ദയനീയമാണ്. ഇനി കാസർഗോഡിലേക്ക് വരാം. കാസർഗോഡ് ജില്ലയായി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അവിടുത്തെ ആരോഗ്യ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ അത്ഭുതകരമായിട്ടുള്ള വല്ല പുരോഗതി ഉണ്ടായോ? ഇപ്പോഴും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ കാസർഗോട്ടുകാർക്ക് മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരികയാണ്. ഇതിൽ നിന്ന് ഒന്നുറപ്പാണ്, വെറുതെ ഒരു ജില്ല പ്രഖ്യാപിച്ചത് കൊണ്ടോ അതിർത്തി തിരിച്ച് കലക്ടർ ഇരുത്തിയത് കൊണ്ടോ മാത്രം ഒരു പ്രദേശവും വികസിക്കില്ല. വികസനം എന്നത് കൃത്യമായ ആസൂത്രണത്തിലൂടെയും ഫണ്ട് വിനിയോഗത്തിലൂടെയും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ പരിഹാരം എന്താണ്? 45 ലക്ഷം വരുന്ന മലപ്പുറത്തെ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാൻ എന്താണ് വഴി? അതിനുള്ള ഒരേയൊരു വഴി യഥാർത്ഥ അധികാര വികേന്ദ്രീകരണമാണ്, അഥവാ റിയൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. നമ്മുടെ നാട്ടിൽ അധികാരം മുഴുവൻ മുകൾ തട്ടിൽ കേന്ദ്രീകരിച്ച് കിടക്കുകയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ വനമേഖലകളിൽ വലിയ യോഗ്യതയുള്ള IFS ഉദ്യോഗസ്ഥരായ DFOമാരുണ്ട്. എന്നാൽ ഒരു ജനവാസ മേഖലയിൽ വന്യമൃഗം ഇറങ്ങിയാൽ അതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടണമെങ്കിൽ തിരുവനന്തപുരത്തിരിക്കുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വിചാരിക്കണം. എന്താണ് അവസ്ഥ? താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരമില്ല. ഇതാണ് മാറേണ്ടത്. അധികാരം ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക് ഒഴുകിയെത്തണം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൂടുതൽ ഫണ്ടും ഡിസിഷൻ മേക്കിംഗ് പവറും നൽകുകയാണ് വേണ്ടത്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻഡുകളിലേക്ക് അധികാരം എത്തുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജില്ലയിൽ മെഡിക്കൽ കോളേജോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോ വരണമെങ്കിൽ അവിടെ കളക്ട്രേറ്റ് വേണമെന്ന ഏതെങ്കിലും നിയമം ഉണ്ടോ? ഇല്ല. ജില്ല ഉണ്ടായാലും ഇല്ലെങ്കിലും ജനസംഖ്യയ്ക്ക് അനുസൃതമായ വികസന ഫണ്ട് ആ പ്രദേശത്ത് നൽകാൻ സർക്കാരിന് സാധിക്കും. അതിന് പുതിയൊരു ജില്ലയുടെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ 45 ലക്ഷം ജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് മലപ്പുറം വിഭജിച്ച് പുതിയൊരു ജില്ലയാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കിയാൽ കൂടുതൽ ബാധ്യത മാത്രമാണ് നമുക്ക് കിട്ടുക. അല്ലാതെ അതിനപ്പുറത്ത് യാതൊരു ഗുണങ്ങളും അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലേ വെള്ളം കുടിക്കുന്ന കേരളത്തിന് പുതിയൊരു കെണിയിലേക്ക് ഉന്തിത്തള്ളിയിടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.